ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് കൂടുതൽ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് ഇതിന് നല്ലത്. അപ്പോൾ ഇത് ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പാനിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു നേന്ത്രപ്പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ലോണം പഴുത്തത് കൊണ്ട് പെട്ടെന്ന് ഇത് ഉടഞ്ഞു കിട്ടും. ഇനി നമ്മൾക്ക് നട്ട്സ് ഉണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് മധുരത്തിനായിട്ട് ഇതാ 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്തിട്ടുണ്ട്. ഓവറായിട്ട് ഞാൻ മധുരം ചേർക്കുന്നില്ല. ഈ ഒരു പഴത്തിൽ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഇതാ മധുരം ഇട്ട് നട്ട്സ് ഇട്ടതിന് ശേഷം നമ്മൾക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് ഉണ്ട് ആ ഒരു നട്ട്സ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കാഷ്നട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് റൈസസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പഴത്തിന് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടി ഞാനിത് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. അപ്പോൾ അത് നന്നായി വെന്ത് ഉടഞ്ഞ് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ അത് പ്രശ്നമില്ല. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ നീര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇത് കൈ കൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടി ഒന്നും കൂടെ കുഴച്ചെടുക്കാം. ഇനി നമ്മൾ ഓരോ ബോൾസാക്കി മാറ്റിയെടുക്കാം ഇതിനെ. അപ്പോൾ ഇത് നമ്മുടെ പഴത്തിൻ്റെ ഈ ഒരു മിക്സ് എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം ബ്രെഡ് പൊടിയാണ്. അപ്പോൾ ബ്രെഡ് ക്രംസിലേക്ക് നമ്മൾ ഈ ഒരു ബോൾ ഓരോന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ബ്രെഡ് പൊടി ആക്കി കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഒന്നും കൂടെ പ്രസ് ചെയ്ത് നല്ലൊരു ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാനും പറ്റും. ഇനി ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും കുറച്ച് ഫ്രൈ ചെയ്തിട്ടും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതാ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു ബോൾ ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ചൂട് കുറഞ്ഞാൽ നമ്മൾ ഇതിലിട്ട് ആ ഒരു ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഇളകിപ്പോവും. അപ്പോൾ ഇത് ഒരു ഭാഗം നല്ല ക്രിസ്പി ആയതിനു ശേഷം മാത്രമേ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവൂ. അല്ലെങ്കിൽ ആ ഒരു നമ്മളിട്ട ബ്രെഡ് പൊടിയൊക്കെ ഇളകിപ്പോവും. അതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പിയും നല്ല ഗോൾഡൻ കളറാവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.